ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ സ്റ്റോറിയാണ്. ആള് മാസം 26,000 രൂപ വെച്ച് അടച്ച് നല്ലൊരു വീട് സ്വന്തമാക്കി. ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ വീട് സ്വന്തമാക്കി. പിന്നെ അദ്ദേഹം ആ ഒരു ഫണ്ട് കൊണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് 6 കോടി രൂപയ്ക്ക് അധികമുള്ള ഒരു റിട്ടയർമെന്റ് ഫണ്ടാണ്. അപ്പോൾ നമ്മളൊരു ടാഗ് ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാസം 26,000 രൂപ അടച്ച് 50 ലക്ഷം രൂപയുടെ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൂടാതെ 6 കോടി രൂപയുടെ ഒരു റിട്ടയർമെന്റ് ഫണ്ട്. അങ്ങനെ നമുക്ക് പറയാം. ഇതൊരു റിയലിസ്റ്റിക് സംഭവമാണ് കേട്ടോ. എൻ്റെ കൂടെ സ്കൂളിൽ പണ്ട് പഠിച്ചിരുന്ന കക്ഷിയാണ്. അപ്പോൾ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പോൾ കുറെ നാളായിട്ട് ആൾ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു. 2010-ലൊക്കെയാണ് വിവാഹം കഴിഞ്ഞത്. അപ്പോൾ അതിനുശേഷം 2011-12 കാലഘട്ടമൊക്കെ ആയപ്പോൾ ഒരിക്കൽ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത്, സുബിനെ എനിക്കൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരൊക്കെയാണല്ലോ ജോലി ഉള്ളത്. അപ്പൊ പലപ്പോഴും ബാംഗ്ലൂർ ആയിരിക്കും. ഇവിടെ തറവാട് വീടുണ്ട്. അപ്പൊ തറവാടിൽ നിന്ന് പാർട്ടീഷൻ കിട്ടിയ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് തന്നെ. അപ്പോൾ അതിലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് ആൾ വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോഴേക്കും മേ ബി ചിലപ്പോൾ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവർക്ക് പലപ്പോഴും ഈ സോഫ്റ്റ്വെയർ ഫീൽഡിൽ പലപ്പോഴും വർക്ക് ഫ്രം ഹോം ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇപ്പോൾ കക്ഷി ഇവിടെ തന്നെയാണ് കേട്ടോ, വീട്ടിലിരുന്നിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ആണ് അന്ന് കേട്ടോ. ഒരു 10-12 വർഷം മുമ്പ് ആൾക്ക് ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് തൽക്കാലം അവനൊരു പേരിട്ട് വിളിക്കാം, വിവേക് എന്ന് വിളിക്കാം. ആക്ച്വലി ഒറിജിനൽ പേര് അങ്ങനെയൊന്നുമല്ല. ഈ സക്സസ് സ്റ്റോറി ആണെങ്കിൽ പോലും പലരും ഈ പേരൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ഇത്തിരി വൈമുഖ്യം കാണിക്കുന്ന ആളുകളാണ്. ഞാനിപ്പോ ലാസ്റ്റ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഞാൻ ഈ ആഴ്ച പറയാൻ പോകുന്നത് നിന്റെ സ്റ്റോറിയാണ്. അപ്പൊ ആള് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, പേരൊന്നും പറയരുത് സുബിന് എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിവേകിന്റെ സ്റ്റോറി നമുക്ക് തുടങ്ങാം. അപ്പൊ വിവേകിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 10 വർഷം കഴിഞ്ഞ്, അതായത് 2022-23-ലൊക്കെ ഒരു വീട് വെക്കണം എന്നാണ് 2012-ലെ ടാർഗറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത് 30 ലക്ഷം രൂപയുടെ അടുത്തുള്ള വീടാണല്ലോ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 30 ലക്ഷം രൂപ നമ്മൾ 2012-ല് ലോൺ എടുക്കുകയാണ് എന്ന് കരുതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസം ഏകദേശം ഒരു 26,000 രൂപയുടെ അടുത്ത് EMI വരും. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് കൊടുത്തൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, ഈ 26,000 രൂപ മാസം ഒരു SIP ജോയിൻ ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ 10 വർഷം ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം ഞങ്ങൾ ചോയ്സ് ചെയ്ത പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് കുറച്ച് മിഡ് ക്യാപ്പും പിന്നെ സ്മോൾ ക്യാപ്സും ആയിരുന്നു. അങ്ങനെ 10 വർഷത്തോളം അവൻ ഇൻവെസ്റ്റ് ചെയ്തു. 10 വർഷം കഴിഞ്ഞ് ഏകദേശം ഒരു 2022 ആയപ്പോൾ അവൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ഏകദേശം ഒരു 31-32 ലക്ഷം രൂപയുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ മെച്യൂരിറ്റി, അതിന്റെ മാർക്കറ്റ് വാല്യൂ, അതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത്, അതായത് ആ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ ഫണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 72 ലക്ഷം രൂപയുടെ അടുത്തുണ്ടായിരുന്നു. അതായത് മോർ ദാൻ 15% CAGR വെച്ചിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നന്നായിട്ട് ബൂം ചെയ്ത പീരീഡ് ആയിരുന്നില്ല. ഈവൻ ദോ നമ്മുടെ കോവിഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും 2022 ആയപ്പോഴേക്കും മാർക്കറ്റ് നന്നായിട്ട് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 72 ലക്ഷം രൂപയുടെ അടുത്ത് ഫണ്ട് ഇപ്പോൾ വിവേകിന്റെ കയ്യിലുണ്ട്. ആ മ്യൂച്വൽ ഫണ്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഓക്കെ സുബിനെ, അപ്പൊ നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ 50 ലക്ഷമാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പോൾ 72 ലക്ഷം രൂപയുടെ അടുത്തുള്ള ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ അപ്പോൾ ഇനി അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇനി വീട് പണി തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, വെയിറ്റ്, നമുക്ക് വേറൊരു ടെക്നിക്ക് ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നീ 50 ലക്ഷം രൂപയ്ക്ക് ഒരു ഹൗസിംഗ് ലോൺ എടുക്കുക. ഏകദേശം ഒരു ഇപ്പോൾ ആ വീട് പണിയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപയെക്കാട്ടും മേലെ വരും. കാരണം 10 വർഷം മുമ്പാണല്ലോ 30 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വീട് പണിയാൻ പറ്റുന്നത്. എന്തായാലും ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കും, 50 ലക്ഷം രൂപയിലും കൂടുതൽ വരും വീട് പണി. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുന്നേ, 50 ലക്ഷം രൂപയ്ക്ക് നീ ഒരു ഹൗസിംഗ് ലോൺ എടുക്ക്, അടുത്ത 20 വർഷത്തേക്ക് റീപേയ്മെന്റ് കാലാവധി ആയിട്ട്. അപ്പൊ ഹൗസിംഗ് ലോണിന്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു 8.5% അടുത്തായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 43,000 രൂപയിൽ കൂടുതലാണ് EMI വരുന്നത്. അപ്പൊ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തത്, നമ്മളുടെ കയ്യിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 72 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. SIP ഫണ്ട് അക്യൂമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമുക്കൊരു ലാബിലിറ്റി ഉണ്ട്. നമുക്ക് മാസം 43,000 രൂപ വെച്ചിട്ട് EMI അടയ്ക്കണം ഹൗസിംഗ് ലോണിന്റെ. അപ്പൊ ഞാൻ വിവേകിന്റെ അടുത്ത് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ഈ ഫണ്ടിൽ നമ്മൾ ഇനി ഫർദർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. പകരം ഈ SIP-നെ നമ്മൾ ഒരു SWP ആക്കിയിട്ട് മാറ്റുകയാണ്. അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആക്കിയിട്ട് മാറ്റുകയാണ്. എന്നിട്ട് 43,000 രൂപ എന്ത് ചെയ്യുന്നു, മാസം ഈ ബാങ്കിന്റെ ലോൺ റീപേയ്മെന്റിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ബാങ്കിന്റെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ വിവേക് ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ഈ ഫണ്ടിൽ നിന്നാണ് EMI അടച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവന്റെ ഇപ്പോഴത്തെ ആ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത്, 72 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ആ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 90 ലക്ഷം രൂപയുടെ അടുത്താണ് ഇപ്പോഴത്തെ ആ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇനി അടുത്ത ഒരു 20 വർഷം കഴിയുമ്പോൾ, അതായത് ഇനി 18 വർഷം കൂടിയാണ് ലോണിന്റെ ബാലൻസ് ഉള്ളത്. അപ്പൊ ഏകദേശം ഒരു 2042 ആകുമ്പോൾ ഈ ലോൺ കംപ്ലീറ്റ്ലി തീരും.
അപ്പോൾ ഈ 15% തന്നെ CAGR വെച്ചിട്ട് ഈ ഫണ്ട് ഗ്രോ ചെയ്യാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഒരു റിട്ടയർമെന്റ് ഫണ്ട് കൂടി അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ അപ്പോഴത്തെ വാല്യൂ എത്രയാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് കഴിയുമോ? ഏകദേശം ഒരു 6 കോടി രൂപയിൽ അധികം വരും അത്. അപ്പോൾ ഇതുപോലെ SIP വിത്ത് SWP മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട്, പ്ലാനുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോങ് ടൈം ഗോളുകൾ, വീട് വെക്കുക അല്ലെങ്കിൽ മക്കളുടെ വിവാഹം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ, ഈ SIP വിത്ത് SWP എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ലൈഫിനൊക്കെ ഈ SIP SWP പാറ്റേൺ വളരെ യൂസ്ഫുൾ ആണ്, വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് CAGR ഒരു 15% CAGR ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ഒരു ഇതിലേക്കാണ് ഇത് ഗ്രോ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതുപോലെ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെൽത്ത് ക്രിയേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇതുപോലെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.